നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കരുവന്നൂർ വലിയ പാലത്തിൽ സുരക്ഷാ വേലികൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. പൊട്ടിച്ചിറയിൽ റോഡരികിൽ നിന്നിരുന്ന വലിയ മദിരാശി മരം കനത്ത കാറ്റിലും മഴയിലും കടപുഴകി വീണു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ഒല്ലൂരിൽ അജ്ഞാത വാഹനമിടിച്ച് വീട്ടമ്മ മരിച്ചു. കവിയും ഗാനരചയിതാവും ആറാട്ടുപുഴ പൂരം സംഘാടകനുമായിരുന്ന ആറാട്ടുപുഴ കുന്നത്ത് വീട്ടിൽ ദാമോദര മേനോൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർത്തകൾ വിശദമായി. കരുവന്നൂർ വലിയ പാലത്തിൽ സുരക്ഷാ വേലികൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിരവധി പേർ കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടി ആത്മഹത്യകൾ ചെയ്തിരുന്നു. നല്ല ഒഴുക്കുള്ള പുഴയിൽ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഏറെ ശ്രമഫലമായാണ് തിരച്ചിൽ നടത്തി പലപ്പോഴും മൃതദേഹങ്ങൾ കണ്ടെത്താറുള്ളത്. പാലത്തിന് മുകളിൽ സുരക്ഷാ വേലികൾ സ്ഥാപിച്ച് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ സംഘടനകളും പ്രതിഷേധ സമരങ്ങളും നടത്തിയിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ സ്ഥലം MLAയും മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദു സുരക്ഷാവേലി സ്ഥാപിക്കുന്നതിനായി അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും സംസ്ഥാന പാതയിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾക്കായി റോഡും പാലവും KSTPക്ക് കൈമാറിയതിനാലുള്ള സാങ്കേതിക തടസ്സം മൂലമാണ് സുരക്ഷാവേലി സ്ഥാപിക്കൽ നീണ്ടുപോയത്. 9 അടി ഉയരത്തിൽ പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും മറയ്ക്കുന്ന തരത്തിലാണ് സുരക്ഷാവേലി സ്ഥാപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കൂടുതൽ പേർ ആത്മഹത്യക്ക് ശ്രമിച്ച പടിഞ്ഞാറേ വശത്തുള്ള കൈവരികളിലാണ് സുരക്ഷാവേലി സ്ഥാപിക്കുന്നത്. ഇതിനുശേഷം ഉടൻ തന്നെ കിഴക്ക് വശത്തും ഇത്തരത്തിൽ സുരക്ഷാവേലികൾ സ്ഥാപിക്കും. ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് 8ഓളം പേരാണ് കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളത്. പൊട്ടുച്ചിറയിൽ റോഡരികിൽ നിന്നിരുന്ന വലിയ മദിരാശി മരം കനത്ത കാറ്റിലും മഴയിലും കടപുഴകി വീണു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. രാജ കമ്പനി പരിസരത്ത് നിന്ന് ഹെർബർട്ട് കനാൽ ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ പൊട്ടുച്ചിറ പള്ളിക്ക് സമീപമാണ് മരം കടപുഴകി വീണത്. റോഡരികിൽ നിന്നിരുന്ന മരം റോഡിലേക്ക് വീഴാതെ തൊട്ടടുത്ത കുളത്തിലേക്ക് വീണത് അപകടം ഒഴിവായി. മരം കടപുഴകിയതോടെ റോഡും തകർന്നിട്ടുണ്ട്. റോഡ് കൂടുതൽ തകരുന്നതിന് മുൻപായി എത്രയും വേഗം മരം മുറിച്ചു നീക്കുകയും സമീപത്ത് തന്നെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മറ്റൊരു മരവും മുറിച്ചു നീക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. നാട്ടുകാർ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഇവരുടെ ഒപ്പം തന്നെ നിന്ന് പരാതിയുമായിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പോയിട്ടുള്ളതാണ്. എപ്പോഴും ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അലസത എന്ന് തന്നെ പറയാം. അവരുടെ ഒരു ധാർഷ്ട്യം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിവിടെ സംഭവിച്ചിട്ടുള്ളത്. ഭാഗ്യം കൊണ്ട് ഇന്നിപ്പോൾ അപകടം കുറച്ച് ഒഴിവായിപ്പോയി. ഇവിടെ ഈ പോസ്റ്റുമേലേക്കൊക്കെ വീഴുകയാണെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായേനെ. അപ്പം അതിൻ്റെ സമീപത്തായിട്ട് നിൽക്കുന്ന ഈ ഒരു മരം കൂടി ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് ഇന്ന് തന്നെ മുറിച്ചു മാറ്റി തരണമെന്ന് ഞങ്ങൾ PWD എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ സ്ഥലത്ത് വന്നിട്ടുണ്ട്. മരം വീണതിനെ തുടർന്ന് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞതിനാൽ കനാൽ രാജ കമ്പനി റോഡിൽ ബസ്, ചരക്ക് ലോറി എന്നിവയുടെ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. അതേസമയം അപകടാവസ്ഥയായ മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികാരികൾക്കും PWD ഉദ്യോഗസ്ഥർക്കും പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു. എന്നാൽ സ്ഥലത്തെത്തിയ അധികാരികൾ മുറിച്ചു മാറ്റാമെന്ന് ഉറപ്പ് മാത്രമേ നൽകിയുള്ളൂവെന്നും ഇത് മുറിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഇത്തരമൊരു അപകടം ഇവിടെ ഉണ്ടാവില്ലായിരുന്നുവെന്നും പ്രദേശവാസികൾ കൂട്ടിച്ചേർത്തു. വർഷങ്ങളായിട്ട് ഇപ്പോൾ എൻ്റെ അറിവിലൊരു 15 വർഷം മുമ്പ് തന്നെ ഇതിന് നമ്മൾ ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുള്ളതാണ് ഈ മരങ്ങൾക്ക് ഇതായിട്ട്. പക്ഷേ അധികാരികൾ വന്ന് നോക്കി പോകും, ഒരു ഇതുണ്ടാവാറില്ല. ഇപ്പോൾ ലാസ്റ്റ് ഇന്നലെ ഇപ്പോൾ ഇതിനെ ഇപ്പോൾ ആ മിഞ്ഞാന്നുള്ള കാറ്റിൽ തന്നെ ഇതിൻ്റെ കട ഇളകി നിൽക്കുകയായിരുന്നു.
ഞാൻ അധികാരികളെ വിളിച്ചു, അവർ വന്ന് നോക്കിപ്പോയി. ഇന്നിപ്പോൾ മരം വീഴുകയും ചെയ്തു. ഇതിനിവിടെ നടക്കുന്നത് ഇതിപ്പോൾ ഈ മരം തന്നെ ഇനി ഒരെണ്ണം ഇതായി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ 2 വീടാണ് നിൽക്കുന്നത്. ഇനി എങ്ങനെയാണ് അതിൻ്റെ അപകടം സംഭവിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിന് ഒരു പരിഹാരം നമുക്ക് ആക്കി തരണം. അതുപോലെ തന്നെ നമുക്കൊരു പൊട്ടക്കുഴി, ഈ കുഴിക്ക് തന്നെ നമ്മളന്നും ഇതിന് ഒരു പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഇവർ വന്ന് നോക്കിപ്പോവും. ഇതിനിപ്പോൾ എന്തെങ്കിലും രോഗാണുക്കൾ അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതിന് തിരിയുള്ളൂ. പക്ഷേ നമുക്കിതിനൊരു തീരുമാനമാവുന്നില്ല. നമ്മളിങ്ങനെ പരാതി കൊടുക്കുക, അവർ വന്ന് നോക്കി പോവുക, ഇത്രയും നമുക്ക് ഉണ്ടാവുന്നുള്ളൂ. ഒല്ലൂരിൽ അജ്ഞാത വാഹനമിടിച്ച് വീട്ടമ്മ മരിച്ചു. മരത്താക്കര മേലെടുത്ത് വീട്ടിൽ സുനിൽകുമാറിന്റെ ഭാര്യ 47 വയസ്സുള്ള എൽസിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി 8:30 ഇവരെ CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വാഹനമിടിച്ചു കിടക്കുന്നത് വഴിയാത്രക്കാർ കണ്ടെത്തിയത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ് ഇവർ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചിരുന്നു. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി. തുടർന്ന് മൃതദേഹം കോർപ്പറേഷൻ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അനീഷ, അനീഷ്, സുധീഷ് എന്നിവർ മക്കളും സനീഷ് മരുമകനുമാണ്. കവിയും ഗാനരചയിതാവും കഥാകൃത്തും ആറാട്ടുപുഴ പൂരം സംഘാടകനുമായിരുന്ന ആറാട്ടുപുഴ കുന്നത്ത് വീട്ടിൽ ദാമോദര മേനോൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ സ്ഥാപക പ്രധാനിയായിരുന്നു. സെൻട്രൽ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയായും നിരവധി വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. 1400ാമത് ആറാട്ടുപുഴ ദേവമേള ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹം ആറാട്ടുപുഴ പൂരാഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. തൃശൂർ ജില്ലാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാ-സാംസ്കാരിക സംഘടനയായ ആറാട്ടുപുഴയിലെ കലാപ്രവാഹിനിയുടെ സ്ഥാപക പ്രവർത്തകനാണ്. ബാലെ രചയിതാവും സംവിധായകനും അഭിനേതാവുമായിരുന്നു. ഷാഡോ നൃത്ത കലാകാരനായ തൃപ്പൂണിത്തുറ ഗോപിനാഥന്റെ പരിപാടികൾക്ക് കാവ്യം ചമച്ചതും DM കുന്നത്തായിരുന്നു. ആറാട്ടുപുഴ ശ്രീ ശാസ്താ പുരസ്കാരം, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മുല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായർ സ്മാരക പുരസ്കാരം, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റിയുടെ ദേവമേള പുരസ്കാരം, ചാത്തൻകുളം ശ്രീ ധർമ്മശാസ്ത്ര പുരസ്കാരം, മന്ദാരംകടവ് ശിവരാത്രി ആഘോഷ കമ്മിറ്റി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. അച്ഛൻ വെള്ളോളി കുട്ടപ്പൻ മേനോൻ, അമ്മ കുന്നത്ത് കുഞ്ഞിക്കുട്ടിയമ്മ, ഭാര്യ ചുള്ളിപ്പറമ്പിൽ വിലാസിനി, മക്കൾ പ്രേം കിരൺ, പ്രേം സുധൻ, പ്രേം സരിത. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ നടന്നു. തൃശൂരിൽ യുവാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ച് വൻ സ്വർണ്ണ കവർച്ച. 650 ഗ്രാം സ്വർണം കവർന്നു. ആലുവ സ്വദേശികളായ ഷമീർ, ബാസിൽ എന്നിവർക്കാണ് കുത്തേറ്റത്. തിരുവനന്തപുരം സ്വദേശികളായ 4-അംഗ സംഘമാണ് ഇരുവരെയും ആക്രമിച്ചത്. അക്രമി സംഘത്തിലെ ഒരാളെ നാട്ടുകാർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി രഞ്ജിത്താണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയായിരുന്നു സംഭവം. ആഭരണങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ തൃശൂർ വെളിയന്നൂരിലെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ആക്രമണം. സ്വർണവുമായി എത്തിയ ഇരുവരെയും സംഘം കുത്തി പരിക്കേൽപ്പിച്ച ശേഷം സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ബാഗുമായി കടന്നു കളയുകയായിരുന്നു. ഇതിനിടെ രഞ്ജിത്തിനെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഇതിനിടെ ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ആലുവ സ്വദേശി അസ്കർ സഫിൻ എന്നയാളുടെയാണ് ആഭരണങ്ങൾ. ഇയാളുടെ ജീവനക്കാരാണ് സ്വർണവുമായി എത്തിയ ഷമീർ, ബാസിൽ ഷഹീദ് എന്നിവർ. പരിക്കേറ്റ ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബാസിൽ ഷഹീദിന്റെ പുറത്തും ഷമീറിന്റെ വലതു തോളിലുമാണ് കുത്തേറ്റത്. ബന്ധുക്കളായ ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശൂർ നഗരത്തിലെ വെളിയന്നൂരിലെ നിയ റെസ്റ്റ് റൂം എന്ന ലോഡ്ജിൽ വെച്ചായിരുന്നു ആക്രമണം. അതേസമയം സ്വർണവുമായി രക്ഷപ്പെട്ട 3 പേർക്കായി തൃശൂർ ഈസ്റ്റ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിൽ 3 ലോറികൾ കൂട്ടിയിടിച്ചു. ഒരു ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. സിഗ്നൽ കാത്തുകിടന്നിരുന്ന തടി ലോറിക്ക് പിറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ചു കയറിയതാണ് അപകട കാരണം. ഇടിയുടെ ആഘാതത്തിൽ തടി ലോറി മുൻപിൽ നിർത്തിയിട്ടിരുന്ന ടാങ്കർ ലോറിയിലേക്കും ഇടിച്ചു കയറി. പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേനയെത്തി ഏറെ പണിപ്പെട്ട കണ്ടെയ്നർ ലോറിയുടെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. സാരമായി പരിക്കേറ്റ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ടെയ്നർ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് കരുതുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു. ഗ്യാസ് ടാങ്കർ ലോറി കാലിയായിരുന്നതിനാൽ ദുരന്തം ഒഴിവായി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ 1 മണിക്കൂറോളം ഗതാഗതക്കുരുക്കുണ്ടായി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അപകടത്തിൽപ്പെട്ട കണ്ടെയ്നർ ലോറി ദേശീയപാതയിൽ നിന്നും നീക്കിയത്. അരിമ്പൂരിൽ ചൊവ്വാഴ്ച വൈകിട്ട് ആംബുലൻസ് മതിലിലിടിച്ചു മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കണ്ടശാങ്കടവിലുള്ള ഡി-കോഡ് എന്ന ആംബുലൻസാണ് മറിഞ്ഞത്. ആംബുലൻസിൽ ഡ്രൈവറെ കൂടാതെ മറ്റ് 3 പേർ ഉണ്ടായിരുന്നതായി പറയുന്നു.
തൃശ്ശൂരിൽ നിന്ന് വരികയായിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് കോൺഗ്രസ് ഓഫീസിന്റെ സമീപത്തുള്ള മതിലിടിച്ചാണ് മറിഞ്ഞത്. കനത്ത മഴയും ഈ സമയമുണ്ടായിരുന്നു. രോഗികളല്ല ആംബുലൻസിൽ ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. അമിത വേഗത്തിലെത്തിയ ആംബുലൻസ് മതിലും മരത്തിലുമിടിച്ച് റോഡിലേക്ക് മറിയുകയായിരുന്നുവെന്നും പറയുന്നു. കയ്പമംഗലം സ്വദേശികളായ സഹോദരങ്ങളെ കാപ്പ ചുമത്തി നാടുകടത്തി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡികളും നിരവധി കേസുകളിലെ പ്രതികളുമായ കയ്പമംഗലം ഡോക്ടർപടി സ്വദേശി അരവീട്ടിൽ 31 വയസ്സുള്ള ശരത് ലാൽ, 29 വയസ്സുള്ള ശ്യാംലാൽ എന്നിവരെയാണ് തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി പോലീസ് ഇൻസ്പെക്ടർ ജനറൽ അജിത ബീഗം 6 മാസക്കാലത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കി ഉത്തരവിട്ടത്. കയ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ സമർപ്പിച്ച വിശദമായ റിപ്പോർട്ട് പ്രകാരമാണ് ഇവരെ നാടുകടത്തിയത്. തിരുവല്യാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ മോഷണം. ബുധനാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം. നാലമ്പലത്തിനകത്ത് ഓട് പൊളിച്ചു കടന്ന മോഷ്ടാവ് കൗണ്ടർ പൊളിച്ചാണ് മോഷണം നടത്തിയിരിക്കുന്നത്. രാവിലെ 5-ന് കൗണ്ടർ തുറക്കാനെത്തിയ ജീവനക്കാരാണ് വിവരമറിഞ്ഞത്. 1 ലക്ഷത്തിലധികം രൂപ നഷ്ടപ്പെട്ടതായി പ്രാഥമിക വിവരം. ഉടൻ പഴയന്നൂർ പോലീസിൽ വിവരമറിയിച്ചു. പതിവ് ചടങ്ങുകൾക്കും ദർശനത്തിനും മുടക്കം വരുത്തിയിട്ടില്ല. പോലീസ് എത്തി പരിശോധനകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ വിശദ വിവരങ്ങൾ ലഭ്യമാക്കുകയുള്ളൂ. കിഴിപ്പുള്ളിക്കര അഴിമാവ് റോഡിൽ വലിയ കുഴി. നാട്ടുകാർ വാഴ നട്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധം കൃഷ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു. നിഖിൽ ദാസ്, ജയശങ്കർ അറക്കൽ, അപർണ ജയശങ്കർ, ഗോവിന്ദൻ മാസ്റ്റർ, കിങ്സ് കാറ്ററിംഗ് സ്റ്റാഫ് അംഗങ്ങൾ, കറുപ്പം വീട്ടിൽ ബഷീർ, രാജൻ ഞാറ്റുവേല എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഈ റോഡിലൂടെ നിരവധി പേരാണ് ദിവസവും കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6495 രൂപ, പവന് 51,960 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കരുവന്നൂർ വലിയ പാലത്തിൽ സുരക്ഷാ വേലികൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു. പൊട്ടിച്ചിറയിൽ റോഡരികിൽ നിന്നിരുന്ന വലിയ മദിരാശി മരം കനത്ത കാറ്റിലും മഴയിലും കടപുഴകി വീണു. അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. ഒല്ലൂരിൽ അജ്ഞാത വാഹനമിടിച്ച് വീട്ടമ്മ മരിച്ചു. കവിയും ഗാനരചയിതാവും ആറാട്ടുപുഴ പൂരം സംഘാടകനുമായിരുന്ന ആറാട്ടുപുഴ കുന്നത്ത് വീട്ടിൽ ദാമോദര മേനോൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.